ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ് കൊടുക്കൈസു. ഹായ് ബായ് അല്ല, ഹായ് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ ബായാണ്. അത് നമ്മളിതാ കെട്ടും മാറാപ്പായിട്ട് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ എങ്ങോട്ടാ പോണത്, അതായത് ഇന്റെ വീട്ടില് രണ്ടാമത്തെ അതെ നമ്മളെ രണ്ടാമത്തെ നോമ്പിന് അളിയന്മാരൊക്കെ വിളിച്ചിട്ടുള്ള വലിയ നോമ്പ് തുറാണ്. അപ്പൊ അതിന് വേണ്ടി പോവാണ്. ഇവിടുത്തെ നോമ്പ് തുറ കഴിഞ്ഞാല് ഇനി പാടിപ്പറ്റത്തെ നോമ്പ് തുറ ഉണ്ട് കേട്ടോ. ആശികാക്കന്റെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ട്. ആ വീട് എല്ലാവർക്കും കൂക്കുണ്ടാക്ക്. എന്നപ്പോ നമ്മള് എന്താ പറയാ, ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നോമ്പ് തുറക്കാല്ല, അതൊക്കെ വാങ്ങിയിട്ട് ഏകദേശം സമയം 10 മണി ആയിട്ടേ ഉള്ളൂ. രാവിലെ 10 മണി ആയിട്ടേ ഉള്ളൂ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അളിയനും ജൂത്താത്തയും കാര്യം പറഞ്ഞാൽ അത് സമ്മതിക്കണം. അതാണ് 4 മണിക്ക് 4:30 ഞാൻ അസർ നിസ്കരിച്ചിട്ടാണ് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അസർ നിസ്കരിച്ചിട്ട് അപ്പൊ പോവാൻ നിക്കണത്. എന്നിട്ട് പറയാ 10 മണി ആയിട്ടുള്ളൂ, അല്ലാതെ രാവിലെ പൊളിച്ചായിട്ടുള്ളൂ പറഞ്ഞൂടെ നിങ്ങൾക്ക്. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ്, എണ്ണക്കടി, സമൂസ, പിന്നെ കടുക്ക പൊരിച്ചത് ഒക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. KFC വാങ്ങണം ഒരു ബക്കറ്റ്. KFC ഇപ്പൊ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. എന്താ നോമ്പ് കൊടുത്തിട്ട് അതൊന്നും തിന്നാൻ തോന്നുന്നില്ല. അപ്പൊ നമുക്കിനി പോകുന്ന വൈക്കിലും വീട്ടിലെത്തിയിട്ടൊക്കെ കാണാം എന്തൊക്കെ വിശേഷം, നോമ്പുതുറന്റെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാട്ടോ. പോലെ എസ്ലിനെ എന്താ പൊയ്ക്കാ നിങ്ങള്? എസ്ലി മിണ്ടാണ്ട് കുത്തിരിക്കണ എന്താ? എന്തോ ദേഷ്യത്തിലാണല്ലോ. എന്തോ ഓളെ കാണിക്കേറ്റ അവളോട് ഹായ് ചോദിച്ചില്ലല്ലോ, ചിലപ്പോ അതുകൊണ്ടേക്കും. ഇത് നോക്ക്, ഇതൊക്കെ എടുത്ത് പുറത്തിടുന്നത്. വെക്ക് ഇപ്പൊ കിടന്നുറങ്ങും. വലിയ കളിയൊക്കെ കളിക്കും. കുറച്ച് വണ്ടി അങ്ങോട്ട് ആയാലും കിടന്നുറങ്ങും. അതുകൊണ്ടാണ് ഇപ്പളെ ഇൻട്രോ എടുത്തത്. ഞാൻ സാധാരണ നമ്മള് കാറിൽ പോകുമ്പോഴാണ് ഇൻട്രോ എടുക്കല. അപ്പൊ അത് പറ്റാത്തതിനെ കൊണ്ട് ഇപ്പൊ എടുത്തതാ. അപ്പം ഗൈസ്, നമ്മളിത് അവിടെ കുറ്റിക്കാട്ടൂർ എത്തിക്കുന്നുട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എണ്ണക്കടി വാങ്ങാൻ വേണ്ടിയിട്ട്, നമ്മളല്ല ആശിക്കാക്കാണ് കേട്ടോ പോണത്. അപ്പൊ അതിന്റെ ഇവിടെ ബേക്കിലായിട്ട് ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് വാങ്ങണം കേട്ടോ. അപ്പൊ അത് ആശികാക്ക് ഇറങ്ങി പോയിക്കുന്നു. നമ്മൾ രണ്ടാളും കിടന്നുറങ്ങുക. ഒരാളിതാ കിടന്നുറങ്ങുന്ന, ഒരാളിതാ ഇവിടെ കിടന്നുറങ്ങുന്ന, എല്ലാരും കിടന്നുറങ്ങാണ്. അപ്പൊ വേഗം പോയി വാങ്ങിക്കൊണ്ടുവരിട്ടോ. വാങ്ങിയോ? തീർന്നോ? അതിനാണ് മനുഷ്യ കുറച്ച് നേരത്തെ കാലത്തെ വരണം എന്ന് അറിയണത്. ഞാൻ എപ്പോഴോ പറഞ്ഞിക്കണ പോര് നോമ്പ് തുറക്കാൻ പോവുക. വെറുതെ എന്നോട് പറയിപ്പിക്കണ്ടോ. എന്നോട് പറഞ്ഞ എന്താ, നമുക്ക് ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചും കൂടി ആയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത്ര സ്കരിച്ചിട്ട് ഇറങ്ങാന്ന്. എന്നിട്ട് വാങ്ങിയില്ല സാധനം നന്നായിക്കുന്നു. ഇപ്പൊ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ട് നിക്കാണ്. വീട്ടിലിതാ ബസിക്കാക്കന്റെ കാർ പുറത്തുണ്ട്. ജൂത്താത് എത്തിക്കുന്നു. നമ്മളെ കാട്ടി മുന്നേ ജൂത്താതൊക്കെ ഇവിടെ എത്തി കുത്തിരിക്കാണ്. അപ്പൊ ഇതാ നമുക്ക് ഇങ്ങനെ നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ആ തലേ തട്ടൊന്നും ഇടാണ്ടായിരുന്നു ഇരിക്കുന്ന. അതിനെ കൊണ്ട് അത് എടുക്കണില്ല. അതാ നമ്മളെ അന്നമ്മായി ഓടി വന്നിക്കുന്നു ഗായ്സ്. പോട്ടർച്ചി ഒന്നും കൂടി ഉണ്ടായിനല്ലോ. മോളനോട് തന്നാള്. ഇതാരാ മോളെ? വേണ്ടത് ഇപ്പൊ ഒരു കരച്ചിലൊക്കെ കാണട്ടോ. ഇപ്പൊ ഒരു കരച്ചിലൊക്കെ കാണാം. അന്നെ കാണൂല. വെള്ളം കാണാത്ത കാറുണ്ടെങ്കിൽ ഇതാ. എടോ, ഇത് നിങ്ങളെ കാറ് വെള്ളം കാണാനില്ല. ഇതെന്താണ് ഈ കാറിന്റെ കോലം? ഇത് നോക്കി. ഇത് ഇടക്ക് വിളിക്കുമ്പോ പറയും ഇത് സർവീസിന് കൊണ്ടുപോയി വാഷ് ചെയ്തെന്നൊക്കെ. എന്നിട്ട് ഇത് എന്താ ഇതിന്റെ കോലം? എന്താ ആണേ? അതൊന്ന് കാർ കേക്കിയിട്ടൊക്കെ കൂടെ ഒന്നൂടെ. എന്റെ ഐസു എന്തോ ഐസുവിനെ മുറി എത്തിയവിടെ പോയി നോക്കട്ടെ. മാറിയോ? ഏയ് പോട്ടെ. ആ വണ്ടിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്. അലിയ നോമ്പ് വെച്ച് ക്ഷീണത്തില. പിന്നെ 2 നോമ്പ് എടുത്തപ്പോഴേക്ക് ബാസികാക്ക നല്ലോണം എൻജോയ്. മുന്നേ 10 നോമ്പ് എടുക്കാൻ തുടങ്ങി ആണ്. അതൊന്നും കുഴപ്പമില്ല. എന്താണ് കുശുംബിയാണത്. കുശുംബി പാറു എസ്ലി എടുത്തതിനുള്ള കുശുമ്പ് ഇപ്പൊ കാണട്ടോ നമുക്ക്. എന്റെ മോൾ അടിക്കരുത്, അടിക്കൂന്ന് നോക്ക്. പറിക്കാനാ കടിക്കരുത്
എന്റെ രണ്ട് ചെറിയ പല്ലുണ്ട്. ഓൾറെഡി എനിക്ക് ഐസൂന്റെ അടുത്ത് നല്ല അടി കിട്ടുന്നതാണ്. ആ ലഗേജ് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് വാസിക്കാക്കടെ പോയി കാറൊന്നും കേൾക്കാത്ത കാറെന്താ കേൾക്കാത്ത? ഞാൻ പറഞ്ഞത് രസമുള്ള കാറാണെന്നോ. ഇതിന്റെ അത്ര വലിയ കണ്ണ് എനിക്കില്ല. എന്തായാലും ആ ഷോപ്പ് അവിടെ ജീവനോടുള്ളത് ഇതെല്ലാം എനിക്ക് കണ്ടപ്പോൾ എന്തോ ആയിപ്പോയി കാർ ഇങ്ങനെ കണ്ടപ്പോഴേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിക്കാണെങ്കിൽ ഞാൻ ഈ വെള്ളം പോയിച്ചു തരാം. നിങ്ങളെന്ന് പോവാ? അല്ല ഞാൻ വണ്ടി കയറ്റി തരേനു. പൈസ എന്താ ഞാൻ കയറ്റി തരാം. അല്ല അത് മിഞ്ഞാന്ന് കഴിക്കുന്നത് നമ്മളെ ഷോപ്പിന്റെ അടുത്ത പാർക്കിംഗ് അവിടെ ഭയങ്കര പോട്ടിയാണ്. അതില് പോട്ടി പിടിച്ചത് ബാക്കിൽ മാത്രല്ല ചെറുതാ കുത്തിരിക്കണടുത്ത്. മാമനും മാമി അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ മാറ്റി കളിക്കാൻ തോന്നുന്നു. ഐസ് കുത്തിരിക്കല. മുട്ടായി എടുത്തവനിപ്പോ ഓക്കെ ആവും. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? രണ്ടാള് പിടിക്കാനാ? നോക്കട്ടെ. എന്ത് കുശുമ്പാണ് റബ്ബേ. നോക്കിക്കോളിട്ടോ. ഓർത്തുന്ന ഒരു മാന്ത ഐസിന് കിട്ടിയിട്ടേ ഉള്ളു. ഇന്ന് എന്താ ഇവിടെ സ്പെഷ്യല്? ഇതെന്താ ഇളഞ്ഞ? നിങ്ങള് പൈപ്പൊരിയാ വാങ്ങിയ? ഞാനെത്ര ആശിക്കാക്ക വാങ്ങിയ സാധനങ്ങളൊക്കെ. ജൂത്താത്ത പറഞ്ഞ് പലഹാരൊക്കെ വാങ്ങിയാൽ മതി, ഫ്രൂട്ട്സ് ഓള് വാങ്ങിക്കണെന്ന് പറഞ്ഞു. സിവിലല്ലേ കോർപ്പറേഷനിലല്ലേ പോയത്? നെയ്ച്ചോറായിരിക്കില്ലേ അവിടെ? ഞാൻ ഇന്നലെ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കി. എനിക്ക് നെയ്ച്ചോറ് വേണ്ട. പിന്നെന്താ വേറെ ഒന്നും ഉണ്ടാക്കി? പത്തിരില്ല. ഞാൻ വെള്ളപ്പത്തിന് അവിടെ മാവാക്കി വെച്ചിന്, എടുക്കാൻ മറന്നുപോയി. വെള്ളപ്പം എനിക്ക് വെള്ളപ്പം മതി. എനിക്ക് നെയ്ച്ചോറ് വേണ്ട. വയറ് നല്ലോണം കാളുന്നു. ഇന്നലെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഇത് ഈ സമയത്താകുമ്പോൾ വയറുകാളില് ഏടാ തന്ന്. ഇതിന്റെ കുട്ടിനെ മരുന്നുണ്ട്, എന്റെ പാത്രങ്ങളുണ്ട്. എന്തായാലും അപ്പൊ എടുത്ത് കൊണ്ടുവന്നിട്ടേ. ഇതാ ഇവിടെ അടി വെച്ചേ, കസർമ അടി വെച്ചോ. എന്നായിക്കോട്ടെ, എന്റെ പണികളൊക്കെ നടക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ചായക്കടിയൊക്കെ റെഡി ആയിക്കുന്ന കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ വെച്ചത്. ആ ശിവുണ്ട്. ശിവക്ക് എന്താ വേണ്ടിയേ? എന്താ വേണ്ടിയേ? അപ്പം വേണോ? അപ്പം വേണോ? അവിടെ ഫുള്ള് ഓട്ടോ ചാടൊക്കെ. അപ്പൊ ജ്യൂസായിട്ട് ജ്യൂസ് അല്ല എന്തോ വെള്ളം എന്തൊക്കെ കലക്കിയതാണ്. വത്തക്കൊക്കെ ഇട്ടിട്ടൊക്കെയാണ്. ആ നമുക്ക് എന്താ ഐസ് വേണ്ടിയത്? എന്താ വേണ്ടി? എന്താ വേണ്ടി? അഞ്ഞൂരൊന്നും വേണ്ട. നോമ്പറക്കട്ടെ, നോമ്പ് തുറന്നിട്ട് തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ആയി. ഇനി ഫുഡ് നമ്മള് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്തൊക്കെയോ കളിയൊക്കെ കളിക്കുന്നു. കൊണ്ട് മതി നോക്കണേ. ആ നോമ്പൊക്കെ അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് എന്താ ഇനി പരിപാടി? എന്താ ഇനി പള്ളിക്ക് പോയിട്ട് തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ KFC ഉണ്ട്, നെയ്ച്ചോറുണ്ട്, കോഴി, കാട. തറാവിക്ക് പോകുന്നതിന് മുന്നേ അല്ല നിങ്ങൾക്ക് അതൊക്കെ കഴിക്കേണ്ടി? തറാവി കഴിഞ്ഞ് വന്നിട്ട് അതൊക്കെ കഴിക്കല്? നമ്മൾ തറാവി കഴിഞ്ഞിട്ട് മതി. തറാവിക്ക് പോവാൻ വസികക്ക് ഊരവേദന എന്ന് പറഞ്ഞു. ഉമ്മതാ ഇവിടെ പെട്ട് ആ ഇസുവിന്റെ കരച്ചിലാണ്. എന്ത് മറ്റേ സാധനം കൊടുക്കേറ്റി, വാക്കറ് കൊടുക്കേറ്റി എന്തോ പറയാണ്. അന്നപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് നാളത്തെ നോമ്പർക്ക് കാണാം. നാളെ നിങ്ങൾ നോമ്പർക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നോമ്പറ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിക്കോളി. പൂവാണ്.
രണ്ടാളും പോവല്ലേ? രണ്ടാളും വിട്ടോളി. വേണ്ട, ഒഴിവാക്കി വയ്ക്കോളി. വേണ്ട, യാപ്രമാരെ വേണ്ട. ആയിസൂന്റെ കച്ചിലാണ് അതാ വാക്കർ കൊടുക്കാത്ത. അപ്പൊ ശിവ ഓക്കെ ബൈ ബൈ നറി ഓക്കെ ബൈ ബൈ നറി എനിക്ക് മാമനെ കിട്ടി. എത്ര അവിടെ ഒക്കെ ഉള്ളത് കുപ്പായിടാത്തതാ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ ഓക്കെ ബൈ.